ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ അഡ്മിന്മാരൊക്കെ മുങ്ങിയിരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. നമ്മുടെ ദിൽബർ സാറ് ഇതുവരെ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. അദ്ദേഹം 9-ാം തീയതിയത്തെ അപ്ഡേഷനുമായിട്ട് ഇതുവരെ, ഇന്ന് 10-ാം തീയതി രാത്രിയായിരിക്കുന്നു, എന്നിട്ടും പുതിയ അപ്ഡേഷനുമായിട്ടൊന്നും ദിൽബർ സാർ വന്നിട്ടില്ല. ഫുൾ പോസിറ്റീവ്, കോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ എന്താണ്, ഇനി വല്ല വിഷാദവും പിടിപെട്ടോ എന്നാണ് അന്വേഷിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ എന്ന ഗ്രൂപ്പിൻ്റെ എല്ലാമായ അജിത് ഷാജി സാർ എന്ന് വലിയൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: എന്തായാലും നമ്മൾ ഇതുവരെയൊക്കെ വന്നു, എന്തായാലും ഈ കള്ളന്മാരെയൊക്കെ താങ്ങിക്കൊണ്ട് ഇതുവരെ വന്നു, ഇനി നമുക്ക് വിധി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. അജിത് ഷാജി മുന്നേ പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രതാപൻ നമ്മളെയൊക്കെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ തട്ടിപ്പ് കൊണ്ട് നടന്നിരുന്നെങ്കിൽ ആദ്യം അവൻ്റെ ചെകിട്ടത്തടിക്കുന്നത് ഞാനായിരിക്കും എന്നുള്ള ഡയലോഗ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കമ്പനി പ്രവർത്തിപ്പിച്ചിരുന്നത് എന്ന്. ആ ഒരു ഉദ്ദേശം പറ്റിച്ചു എന്നറിയാം, പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ആ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് അറിയുന്ന സമയത്ത് ആദ്യം ചെകിട്ടത്തടിക്കുന്നത് ഇദ്ദേഹമായിരിക്കും എന്നുള്ള ഒരു ഇതാണ്. എന്ന് നമ്മുടെ എല്ലാമായ ഒരുപാട് എന്ത് കോടതികളിൽ, എവിടെയൊക്കെ കോടതി വ്യവഹാരങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങൾ ചകഞ്ഞുകൊണ്ടിരിക്കുന്ന, രാവിലെ മുതലേ ചകയാണ്. ഏതെങ്കിലും കോടതിയിൽ, എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ എന്തെങ്കിലും ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അങ്ങനെയുള്ള ഇൻഫർമേഷൻ തരുന്ന നമ്മുടെ അയാള് എന്ന് പറയാണ് KD പ്രതാപൻ എന്ന്. എന്താണല്ലേ പ്രതാപൻ സാർ എന്ന് മുണ്ടഴിച്ചിട്ട് മാത്രം പറഞ്ഞിരുന്ന ആള് ഇപ്പം KD പ്രതാപൻ എന്ന് പേര് വിളിക്കുന്നു. എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്? പ്രതാപൻ സാർ എന്ന് വിളിച്ചുകൂടെ? വയസ്സായ ആൾക്കാർ പോലും, അല്ലെങ്കിൽ നല്ല സർക്കാർ ജോലിയിൽ നിന്നും വലിയ പണക്കാർ പോലും വിളിക്കുന്നത് ശ്രീനാ മാഡം, പ്രതാപൻ സാർ എന്നൊക്കെയാണ്. എന്നിട്ട് ഒരുപാട് ആൾക്കാരെ പറ്റിച്ച ഇദ്ദേഹം ഇപ്പോൾ വിളിക്കാൻ ധൈര്യം വന്നിരിക്കുന്നു KD പ്രതാപൻ എന്ന്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. ഇനി ഈ കമ്പനിയെ കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട എന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും ഒരു തീരുമാനത്തിലിരിക്കുന്നത്. നമുക്കറിയാം, പാലക്കാട് പോലീസ് 60 ദിവസമായിട്ട് പോലും ജാമ്യം കൊടുത്തില്ല എന്നുള്ളതാണ്. 60 ദിവസം ആയിട്ട് പോലും പാലക്കാട് കേസുകളിൽ അന്വേഷണം നടക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ജാമ്യം കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങനെ എത്ര പോലീസ് സ്റ്റേഷനുകളിൽ അറസ്റ്റ് നടക്കും? എന്തായാലും ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലായതുകൊണ്ട് മറ്റ് കോടതികളിൽ വന്ന് അല്ലെങ്കിൽ അവിടെ ജാമ്യം എടുക്കേണ്ട അവസ്ഥയില്ല. ഇപ്പോൾ അത് ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി കേരള പോലീസിൻ്റെ വക ഓരോ കേസിലും അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് വേറെ ഒരാൾ ചോദിച്ചിരുന്നത് എത്ര വർഷമാണ് KD പ്രതാപൻ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ്. ഓരോ കുറ്റത്തിനും 10 വർഷം വരെയാണ് ബഡ്സ് കേസിൽ ശിക്ഷ എന്ന് പറയുന്നത്. എത്ര പൈസയാണോ പറ്റിച്ചത് അത്രയും പൈസ പിഴയായിട്ടും നൽകേണ്ടി വരും. 3000 കോടിയാണ് ഇവർ പറ്റിച്ചതെങ്കിൽ 3000 കോടി രൂപ പിഴയായും അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് ബഡ്സ് ആക്ട്. നിക്ഷേപകർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമമാണ് ബഡ്സ് ആക്ട്. അതിൽ പരാതിപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ പരാതിയുമായിട്ട് മുന്നോട്ട് വരേണ്ടത് നിക്ഷേപകർ തന്നെയാണ്. അതില്ലാത്ത പക്ഷം നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലാതെ നിക്ഷേപകർക്ക് പരാതിയില്ല എന്ന് കരുതി
അവിടെ ഇത്തരം തെളിവുകൾ ആവിയായി പോയില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ബൈ.